നമസ്കാരം. ന്യൂസ് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സമഗ്രമായ വാർത്തകളുമായി ഈവനിംഗ് മലയാളം തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ. ഷിരൂരിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള കരയിലെ തെരച്ചിൽ തുടരും. പുഴയിലേക്കും തെരച്ചിൽ നടത്താൻ നീക്കം. മണ്ണിനടിയിൽ ലോറിയില്ലെന്ന് കർണാടക റവന്യൂ മന്ത്രി. മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്തിയിട്ട് കാര്യമില്ലെന്നും മന്ത്രി. ബെൽഗാവിയിൽ നിന്നുള്ള സൈന്യം ഷിരൂരിൽ. കനത്ത മഴ തെരച്ചിലിന് തടസ്സം. ഷിരൂരിൽ സാധ്യമാകുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സർക്കാർ എല്ലാ നിലയിലുമുള്ള ഏകോപനം നടത്തുന്നുണ്ടെന്നും മന്ത്രി. ദുരന്ത നിവാരണ നടപടിയിൽ കർണാടക പരാജയമെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ. അർജുനെ കാത്ത് പ്രതീക്ഷയോടെ ജന്മനാട്. സേവ് അർജുൻ പോസ്റ്ററുകൾ ഉയർത്തി നാടിന്റെ പ്രതിഷേധം. നിരാശ മാത്രം സമ്മാനിച്ച് രക്ഷാപ്രവർത്തനമെന്ന് നാട്ടുകാർ. എന്ത് നടക്കുന്നു ആകാംക്ഷയോട് കാത്തു നിൽക്കുന്ന ഞങ്ങൾക്ക് രാത്രിയാവുമ്പോൾ നിരാശയുടെ നിമിഷങ്ങൾ മാത്രം സമ്മാനിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഇത്രമാത്രം വൈകിയതിലുള്ള പ്രതിഷേധം കൂടിയാണ് ഈ ഒരു കൂട്ടായ്മ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തൃശൂർ കോർപ്പറേഷന് മുമ്പിൽ മുട്ടിലിരുന്ന് പ്രതിഷേധിച്ച് ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന 14-കാരൻ മരിച്ചു. കുട്ടിയുടെ മൃതദേഹം മലപ്പുറത്തേക്ക് കൊണ്ടുപോയി. കുട്ടിയുടെ രക്ഷിതാക്കൾ മറ്റൊരു ആംബുലൻസിൽ നാട്ടിലേക്ക്. 4 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ. നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സംസ്കാരം രാജ്യാന്തര പ്രോട്ടോകോൾ പാലിച്ച് മലപ്പുറം ഓടമ്പാറ്റയിൽ നടത്തും. 2 പഞ്ചായത്തുകളിലെ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നത് സംബന്ധിച്ച് വൈകിട്ടോടെ തീരുമാനമെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിലവിൽ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് 246 പേർ. 63 പേർ ഹൈറിസ്ക് പട്ടികയിൽ. നിപ മരണം ഏറെ സങ്കടകരമെന്ന് പ്രതിപക്ഷ നേതാവ്. കേരളത്തിന്റെ പൊതുജനാരോഗ്യം അപകടത്തിൽ. ഇപ്പോൾ അനുഭവിക്കുന്നത് മാലിന്യം നീക്കം നടത്താത്തതിൽ ഉള്ള ദുരന്ത ഫലമെന്നും വി ഡി സതീശൻ. ലാത്വിയയിൽ തടാകത്തിൽ മുങ്ങിമരിച്ച വിദ്യാർത്ഥിയുടെ മൃതദേഹം ലഭിച്ചു. ആൽബിൻ ഷിൻഡോയുടെ മൃതദേഹം ആദ്യം കണ്ടത് പ്രദേശവാസികൾ. പോലീസ് എത്തി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് മറുപടിയുമായി വെള്ളാപ്പള്ളി നടേശൻ. SNDPയുടെ പാരമ്പര്യം മലബാറിലെ ചില നേതാക്കൾക്ക് അറിയില്ല. LDFന്റെ വലിയ പരാജയത്തിന് കാരണം ന്യൂനപക്ഷ പ്രീണനം. UDFന്റെ വോട്ട് BJP പിടിക്കുന്നതുകൊണ്ട് LDF ജയിക്കുന്നു. LDFന്റെ ഐശ്വര്യമാണ് NDA എന്നും വെള്ളാപ്പള്ളി. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണം അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ്. തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. കൃഷ്ണയുടെ മരണത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. ആശുപത്രി അധികൃതർ മെഡിക്കൽ രേഖകളിൽ കൃത്രിമത്വം കാട്ടി. ECG എടുത്തെന്നത് വ്യാജരേഖയെന്നും കൃഷ്ണയുടെ ഭർത്താവിന്റെ ഒപ്പ് വ്യാജമായി ഉപയോഗിച്ചുവെന്നും കുടുംബം. പനിപ്പേടിയിൽ എറണാകുളം. ഈ ആഴ്ച മാത്രം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 210 പേർക്ക്. ജൂൺ ജൂലൈ മാസത്തിൽ മാത്രം 5000-ലധികം രോഗബാധിതർ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ സംസ്ഥാനത്തിന് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ ആരോഗ്യവകുപ്പ്. പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവയിൽ നിർദ്ദേശങ്ങൾ. തുടർ പഠനത്തിനും ഗവേഷണത്തിനുമായി ICMR സഹകരണത്തോടെ ഒരു സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി. ബംഗ്ലാദേശിലെ വിവാദ സംവരണ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. സർക്കാർ ജോലികളിൽ 93% നിയമനവും മെറിറ്റ് അധിഷ്ഠിതമായിരിക്കണമെന്ന് കോടതി.
യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിൽ നിന്നും മാറ്റിയ വിവരം അറിഞ്ഞത് നടപടിക്ക് ശേഷമെന്ന് ചാണ്ടി ഉമ്മൻ. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു. പാർട്ടിയാണ് എല്ലാമെന്നും ചാണ്ടി ഉമ്മൻ. പിണറായി വിജയനോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് തുടരുമെന്ന് ചാണ്ടി ഉമ്മൻ. പിതാവിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന പ്രചാരണത്തോട് പോലും ക്ഷമിച്ചു. കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച പിതാവിന്റെ പാതയിലാണ് താനെന്നും ചാണ്ടി ഉമ്മൻ. ആംബുലൻസിന് വഴി കൊടുക്കാതെ ബൈക്ക് യാത്രികരുടെ അഭ്യാസ പ്രകടനം. മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ആംബുലൻസിന് മുന്നിൽ മലപ്പുറം മച്ചിങ്ങൽ മുതൽ കൊണ്ടോട്ടി വരെ വഴി നൽകാതെ ബൈക്ക് അഭ്യാസവുമായി യുവാക്കൾ. പീഡനക്കേസിൽ കുസാറ്റ് അധ്യാപകൻ പി.കെ. ബേബിക്ക് ആശ്വാസം. കേസിലെ തുടർ നടപടികൾ തടഞ്ഞ് ഹൈക്കോടതി. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകില്ല. തീരുമാനം പി.കെ. ബേബി നൽകിയ ഹർജി പരിഗണിച്ചു. വടക്കൻ കേരളത്തിൽ ഇന്നും മഴ തുടരും. കണ്ണൂരും കാസർഗോഡും യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് കരിപ്പൂരിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിൽ ഇറക്കി. പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയ്ക്ക് തുടക്കം. ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആരംഭിച്ച ചടങ്ങിൽ പങ്കെടുത്തത് 10 പള്ളിയോടങ്ങൾ. ഇനി വരുന്ന 74 ദിവസം ആറന്മുളയിൽ ഉത്സവം. യമനിൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ. ആക്രമണം യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്ത്. 3 മരണം, 100ഓളം പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ട്. ഒളിമ്പിക്സ് ടീമിനത്തിൽ ഇന്ത്യൻ പ്രതീക്ഷയായ ഹോക്കി ടീം പാരീസിൽ. ഇന്നലെ വൈകിട്ടോടെ 19 അംഗ സംഘം പാരീസിലെത്തി. ഹർമൻപ്രീത് സിംഗിന്റെ കീഴിലിറങ്ങുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂലൈ 27-ന് ന്യൂസിലൻഡിനെതിരെ. സ്പാനിഷ് പരിശീലകൻ മനോള മാർക്കോസ് ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകൻ ഇഗോർ സ്റ്റിമാക്കിന്റെ പിൻഗാമിയാണ് മാർക്കോസ്. നിലവിൽ ISL ക്ലബ് ഗോവയുടെ പരിശീലകനാണ് മാർക്കോസ്. ഏഷ്യ കപ്പിൽ സെമി ഉറപ്പിച്ച് ഇന്ത്യൻ വനിതകൾ. UAE-ക്കെതിരെ 78 റൺസിന്റെ തകർപ്പൻ ജയം. 202 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന UAE ഇന്നിംഗ്സ് 123-ൽ അവസാനിപ്പിച്ചു. അർദ്ധ സെഞ്ചുറി നേടിയ റിച്ച ഘോഷ് കളിയിലെ താരം.